യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ സത്യേട്ടാ. ഇവിടെ ഇപ്പൊ സ്പീക്കർ ഫോണിലാ, എല്ലാവരും കേൾക്കുന്നുണ്ട്. അത് സോന, പിന്നെ എന്താടാ അവള് പറയുന്നേ? എന്നോട് മിണ്ടാതിരിക്കാനാണോ? അതെ, അവിടെ എല്ലാവരും എല്ലാം കേൾക്കുന്നുണ്ടെന്ന് പറയാൻ പറഞ്ഞു. കേട്ടോട്ടടാ, എനിക്കെന്താ? ഞാനില്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. നീ ആ ഫോണിങ്ങിതാ, ബാക്കി നേരിട്ട് പറയാം. ഇങ്ങോട്ട് താടാ ഫോൺ. അമ്മ വിട്, ഫോണ്. അമ്മ വിട്, വിടാൻ. അമ്മ എടാ, നീ സോനയോട് വേഗം ഇങ്ങോട്ട് വരാൻ പറ. എന്നിട്ട് നീ ഫോൺ കട്ടിയേ. അമ്മ ചുമ്മാ ആവശ്യമില്ലാതെ കണ്ടവരോടൊക്കെ കോർക്കാൻ നിൽക്കണം അമ്മ വീണ്ടും. മാഷെ ക്ഷമിക്കണം, ക്ഷമ ചോദിക്കാൻ എനിക്ക് പറ്റൂ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സാരമില്ല സത്യ, സാരമില്ല. ഞാൻ ഇവരിപ്പൊ തന്നെ അങ്ങോട്ടേക്ക് അയച്ചേക്കാം. നീ ഫോൺ വെച്ചോ. ജീവിതത്തിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അമ്മയ്ക്ക് ഒരു കുലുക്കവും ഇല്ലല്ലോ. ഞാൻ കരുതിയത് ഇനിയെങ്കിലും അമ്മയ്ക്കൊരു തിരിച്ചറിവുണ്ടാവുന്നും അല്പമെങ്കിലും മനസാക്ഷിയോടെ ചിന്തിച്ച് ഏട്ടനെ ഏട്ടത്തിയെ ഒരുമിപ്പിക്കാനുള്ള തീരുമാനമെങ്കിലും എടുക്കുന്ന. ഇല്ലടാ, ദൈവം എനിക്ക് ഇതിലും വലിയ ശിക്ഷ തന്നാലും സുശീലി എടുത്ത തീരുമാനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. വേറെ എവിടെയും ഞാൻ വിട്ടുവീഴ്ച ചെയ്താലും, പക്ഷെ അനന്തമാഷിന്റെയും മക്കളുടെയും കാര്യത്തിൽ സുശീലിക്ക് ഒറ്റ തീരുമാനമേ ഉള്ളൂ: പുകഞ്ഞ കൊള്ളി പുറത്ത്. കഷ്ടം. ആഹാ, രഘുവേട്ടനായിരുന്നോ? ഇത് വലിയ സർപ്രൈസ് ആയല്ലോ. എന്താ പിന്നെ? അല്ല, ഈ രാത്രിയില് ഞാൻ രഘുവേട്ടനെ തീരെ പ്രതീക്ഷിച്ചില്ല. അല്ല, പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചോ? രഘുവേട്ടാ, എന്താ രാത്രിയില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞാൻ നിങ്ങളൊന്ന് കാണാൻ വന്നതാ. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ രാത്രിയിൽ വന്നപ്പോ പേടിച്ചുപോയി. ആരുടെ രഘുവേട്ട ഈ വണ്ടി? നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി അതാ വിളിക്കാതെ വന്നേ. ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ ജോലി കയറി. വണ്ടിയും അവരുടെ തന്നെ. ആ, ജോലിയൊക്കെ ശരിയായോ? ഈ ജയിലിലൊക്കെ കഴിയേണ്ടി വന്നുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ഞാൻ സത്യത്തിൽ കരുതിയതേ ഇല്ല. ഈശ്വരനുണ്ടല്ലോ വിനയ, എല്ലാം അവിടെ കാണാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് അത്ര വേഗം നമ്മളെ കൈവിടില്ല. അതെ, രഘുവേട്ടന്റെ നന്മ ഒരിക്കലും കാണാതെ പോവില്ല. ഒരു മിനിറ്റ്. ഇത് മക്കൾക്ക് വേണ്ടി വാങ്ങിയതാ. അവരെവിടെ? അവരൊക്കെ ഉറങ്ങി. ഉണർത്തണോ? വേണ്ട വേണ്ട, ഞാൻ ഈ ടൗണിൽ തന്നെ ഉണ്ടല്ലോ, എപ്പോഴേലും വന്ന് കാണാലോ. ആഹാ, രഘു ആയിരുന്നോ? ഇതെന്തേ രാത്രി? ഞാനിവിടെ ടൗണിൽ ജോലി കയറി, അപ്പോ നിങ്ങളെയൊക്കെ ഒന്ന് കാണാലോന്ന് കരുതി വന്നതാ. അത് നന്നായി. ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്കൊക്കെ രഘുവിനെ ഇങ്ങോട്ട് കാണാമല്ലോ. രഘുവിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓ വേണ്ട ആന്റി, ഞാനിപ്പോ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ. ജോലി കയറിയത് ഉടനെ ആയതുകൊണ്ട് പകലൊന്നും ഇറങ്ങാൻ പറ്റില്ല. അതാ ഈ സമയത്ത് വന്നേ. അല്ല, വിനയനെന്തോന്നും മിണ്ടാത്ത? ഞാനെന്താ പറയാനാ? അമ്പിളി ചേച്ചിയും മോളെയും കൂടെ കൊണ്ടുവരുന്നില്ലേ രഘുവേട്ടാ? കൊണ്ടുവരണം. തൽക്കാലം വീട്ടിൽ നിൽക്കട്ടെന്ന് കരുതി. ഞാനിവിടെ നിന്ന് സെറ്റിലായിട്ട് കൊണ്ടുവരാം. ഇനിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ. ഇനി ഒരിക്കലും ബിസിനസ്സിലും ജീവിതത്തിലും പറ്റിയ അബദ്ധം ആവർത്തിക്കാൻ പാടില്ല. അതൊക്കെ പറയാനേ പറ്റൂ. സംഭവിക്കാനുള്ളത് എപ്പോഴായാലും സംഭവിക്കും. അതെ അതെ, വിനയം പറഞ്ഞതാ ശരി. സംഭവിക്കാനുള്ളത് സംഭവിച്ചു തന്നെ ആവണം. ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാതെ എങ്ങനെയാ രഘുവേട്ടാ? ഞാൻ പെട്ടെന്ന് ചായ എടുക്കാം. വേണ്ട ചെയ്തു, ഞാൻ ഇറങ്ങാം. എന്തായാലും ഞാൻ ടൗണിൽ തന്നെ ഉണ്ടല്ലോ, ഇടയ്ക്കൊക്കെ വരാം. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ രഘുവേട്ടാ? അതെ, അവിടെ ഒരു കുഴപ്പമില്ല.
ചീരുമോള് ശരീരം കൊണ്ട് ഇവിടെയാണെങ്കിലും മനസ്സുകൊണ്ട് അവിടെയാ. എപ്പോഴും അവിടുത്തെ ഓർമ്മയാ മോക്ക്. ആ അതെ അതെ, ഇവളുടെ ടെൻഷൻ കണ്ട അവിടെ ആർക്കോ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അത് എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാ. എങ്കിൽ ഞാൻ ഇറങ്ങുവാ, നേരത്തെ വൈകില്ലേ. ശരി മോനെ, വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരണേ. ഓ ഉറപ്പായിട്ടും വരാം. ആ. ശരി എന്നാ. ശരി. പിന്നെ ഒന്നും വന്നേ, എന്താ കേട്ടാ? ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ എന്താ കാര്യം? ഞാൻ ചോദിച്ച ഫോണിന്റെ കാര്യം എന്തായി? ആ ഹേമന്ത് എല്ലാ ദിവസവും ചോദിച്ചു വിളിക്കാറുണ്ട്. ആ അത് പിന്നെ ആ ഫോൺ വാങ്ങിയ ആള് മുംബൈയിൽ നിന്ന് ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ അയാളെ വിളിച്ചിരുന്നു, കുറച്ച് ദിവസം കൊണ്ട് വരുമെന്നാ പറഞ്ഞത്. ഏതായാലും 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാം. എന്നിട്ടും വന്നില്ലെങ്കിൽ മുംബൈ വരെ ഒന്ന് പോകേണ്ടി വരും. മുംബൈക്കോ? അതെ, കാര്യം നടക്കണ്ടേ പിന്നെ. അപ്പൊ പിന്നെ രാത്രിയിൽ യാത്രയില്ല, ഞാൻ പോയിട്ട് വരാം. ശരി. വാ. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. ചിരു. എന്താ കഴിക്കാത്ത? ഏയ് എനിക്ക് വേണ്ട ഇന്ദ്ര. അതെന്ത് പരിപാടിയാ? എനിക്കൊരു കമ്പനി താ. അത് വേണ്ട, അത് ശരിയാവില്ല. ഞാനിനി മദ്യപിക്കില്ല ഇന്ദ്ര. കഴിക്കണ്ട, മദ്യപിച്ചാലേ നശിക്കും. എന്നെ കണ്ടില്ലേ, ഞാൻ നശിച്ചുകൊണ്ടിരിക്കുക. എല്ലാം നഷ്ടപ്പെട്ടു, കൂടെ എന്റെ കടയും നഷ്ടപ്പെട്ടു. ഇന്ദ്ര, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതെ, ഇതിലും വലിയ തകർച്ചയിൽ നിന്ന് ഉയർന്നു വന്നതല്ലേ ഇന്ദ്രൻ. ഇതിലും ഇന്ദ്രൻ വിജയിക്കും. ഇല്ല, ഇത് ഇന്ദ്രന്റെ തകർച്ചയുടെ സമയ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കട എനിക്ക് നഷ്ടപ്പെടുത്തുക എന്നുള്ളതാ ആ സച്ചി സാറിന്റെ ഉദ്ദേശം. അതിനാ അയാൾ ഇപ്പൊ എന്നെ സഹായിച്ചത്. ഇന്ദ്ര, അങ്ങനെയൊന്നും ആവില്ല. അതിന്റെ ആവശ്യമുണ്ടോ സച്ചി സാറിന്? അത് രവിക്ക് അറിയാഞ്ഞിട്ട്. അയാൾക്ക് എന്നോട് പകയാ. അയാളുടെ ജോലിക്കാരനായിരുന്നില്ലേ ഞാൻ? എന്നെ അങ്ങേര് പിരിച്ചുവിട്ടതിന് ശേഷമല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. അയാള് കരുതിയത് എന്നെ പിരിച്ചുവിട്ടാൽ ഞാൻ നശിക്കുന്ന. പക്ഷെ അതുണ്ടായില്ല. ഞാൻ അയാള് വിചാരിച്ചതിന്റെ അപ്പുറമായിട്ട് വളർന്നു. അന്ന് മുതൽ അയാൾക്ക് ഞാൻ ശത്രുവാ. എന്തിനാ സച്ചി സാറ് ഇന്ദ്രനെ പിരിച്ചുവിട്ടത്? അത് എനിക്ക് തോന്നുന്നത് സച്ചി സാറിനെ ഇന്ദ്രൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നാ. അദ്ദേഹം ഇന്ദ്രനെ ശത്രുവായിട്ടൊന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ സഹായിക്കുമോ? ഹർഷേ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, പിന്നെ ഞാനെന്ത് പറയാനാ? അതെ ഇന്ദ്ര, ഇന്ദ്രൻ അദ്ദേഹത്തിന് ശത്രുവായിരുന്നെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും നശിച്ചു പോകട്ടെ എന്നല്ലേ അയാൾ കരുതൂ. അതേക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എന്റെ കട അതെനിക്ക് നഷ്ടമായി. അങ്ങനെ തന്നെ ഞാൻ കരുതുന്നത്. ഇനി ആകെയുള്ളത് ട്രാവൽസാ. അതിൽ നിന്ന് വേണം നമുക്ക് ഉയർന്നു വരാൻ. നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് ട്രാവൽസിലൂടെ നേടിയെടുക്കണം. അതിന് ദേവി എനിക്കൊപ്പം നിൽക്കണം. പിന്നെന്താ,
ഞാനുണ്ടാവും. അതിലെന്താ സംശയം? നമ്മൾ ഒരുമിച്ച് നിന്നാ ഇനിയും എല്ലാം നേടാം. എന്നാലും ഇന്ദ്രനെ കുറിച്ച് ഞാൻ ഇങ്ങനൊന്നുമല്ല കേട്ടോ കരുതിയത്. എന്താ ഹർഷേ? അല്ല, എനിക്കിങ്ങനൊരു വിശേഷം ഉണ്ടായിട്ട് ഇന്ദ്രനൊരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ. ഞാൻ എന്ത് ചോദിക്കാനാ? നിങ്ങളുടെ സന്തോഷം രണ്ടാളുടെ മുഖത്ത് തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ രവി മദ്യപാനം പോലെ നിർത്തിയത്. നന്നായി. എന്നെപ്പോലെ നശിക്കാതെ നിങ്ങളുടെ ജീവിതമെങ്കിലും നന്നാവട്ടെ. ഇന്ദ്രനിങ്ങനെ വെറുതെ നെഗറ്റീവ് ആകാതിരിക്കെ, എല്ലാം ശരിയാവും. ശരിയാവും. ശരിയാവണം.